പി വി അൻവറിനെതിരെ CPM. പി വി അൻവർ LDF-നെ പിന്നിൽ നിന്ന് കുത്തിയെന്ന് ദേശാഭിമാനിയിൽ MV ഗോവിന്ദൻ്റെ ലേഖനം വന്നു. പി വി അൻവർ UDF-മായി നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് ഉപതെരഞ്ഞെടുപ്പെന്നും ലേഖനത്തിൽ അദ്ദേഹം പറയുന്നു. അശ്വിൻ പാലാഴി കൂടുതൽ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് അശ്വിൻ, ഗോവിന്ദൻ മാസ്റ്റർ ആഞ്ഞടിച്ചിരിക്കുകയാണോ പി വി അൻവറിനെതിരെ? ഗുഡ് മോർണിംഗ്. പി വി അൻവറിനും UDF-നുമെതിരെ നിശ്ചിത വിമർശനമാണ് ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയിരിക്കുന്നത്. പി വി അൻവർ LDF-ന് പിന്നിൽ നിന്ന് കുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ LDF പിന്തുണയോടെ നിയമസഭയിലെത്തിയ പി വി അൻവറാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തത് എന്ന MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഒപ്പം UDF-മായി ചേർന്നൊരു ഗൂഢാലോചന നടത്തിയതിൻ്റെയും വഞ്ചനാപരമ നിലപാടിൻ്റെയും ഒക്കെ ബാക്കിപത്രമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് എന്നുകൂടി MV ഗോവിന്ദൻ പറയുന്നുണ്ട്. അതടക്കമുള്ള വിഷയങ്ങളിൽ നിന്നും അദ്ദേഹം പോകുന്നത് നിലമ്പൂർ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലേക്കാണ്. 1965-ൽ മഞ്ചേരി മണ്ഡലം വിഭജിച്ച് നിലമ്പൂർ ഉണ്ടായതിനു ശേഷം നടന്ന 7 തെരഞ്ഞെടുപ്പുകളിൽ LDF-നാണ് വിജയമുണ്ടായത്. അതുകൊണ്ട് ഈ നിലമ്പൂർ മണ്ഡലം എന്ന് പറയുന്നത് LDF-ൻ്റെ രാവണൻ കോട്ടയല്ല എന്ന ഒരു നിലപാട് വ്യക്തമാക്കുകയാണ് MV ഗോവിന്ദൻ. അതടക്കം രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്ന് സമകാലിക വിഷയത്തിലേക്ക് കൂടി MV ഗോവിന്ദൻ ഈ കാര്യങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. നിലവിലിപ്പോൾ ഈ കേരളത്തിനത്ര പരിചിതമല്ലാത്ത ആയാറാം ഗയാറാം രാഷ്ട്രീയം അതിരട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ് UDF ഈ നിലമ്പൂരിൽ എന്നുള്ളതാണ് മറ്റൊരു വിമർശനം. അതിന് കോൺഗ്രസും UDF-ഉം വലിയ പിന്തുണയാണ് നൽകുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ അൻവറിനെ UDF-ൽ എത്തിക്കാൻ PK കുഞ്ഞാലിക്കുട്ടിയെ മുന്നിട്ടിറക്കിയാണ് നീക്കങ്ങൾ നടക്കുന്നത്. അതായത് അൻവർ ഇല്ലാതെ കേരളത്തിലോ അല്ലെങ്കിൽ നിലമ്പൂരിലോ ഒന്നും വരും കാല തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ UDF-ന് ധൈര്യമില്ല എന്നുള്ളൊരു വിമർശനം കൂടി MV ഗോവിന്ദൻ മാസ്റ്റർ ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം VV പ്രകാശിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ UDF-ന് തോൽവിക്ക് കാരണമായത് ആര്യാടൻ ഷൗക്കത്തിൻ്റെ പാലം വലിയാണ് എന്നുള്ള വലിയൊരു വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതിന് ഈ ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഒളിയമ്പ് അത് ഈ VV പ്രകാശിൻ്റെ മകളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ ഉണ്ട് എന്നുള്ള കൂടി ഒരു വിമർശനം കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്തായാലും 22-ാം നാൾ നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് കടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ MV ഗോവിന്ദൻ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിലൂടെ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ വിമർശനങ്ങൾ വലിയ ചർച്ചയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും UDF-നെയും അൻവറിനെയും കണക്കറ്റ് വിമർശിച്ചാണ് ഈ ലേഖനം അദ്ദേഹം പൂർത്തിയാക്കുന്നതും. SK